السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. ഇത് മനസ്സിലാക്കാനുള്ള ഫഹമും അമല് ചെയ്യാനുള്ള തൗഫീഖും പടച്ചറബ് തൗഫീഖ് തരട്ടെ. ഖിറാദ് ലാഭക്കൂറ് കച്ചവടത്തിൽ സാധാരണ എല്ലാ ഇടപാടിലും ഉണ്ടാകുന്ന മാതിരി ഇവിടെയും തർക്കങ്ങളൊക്കെ ഉണ്ടാകും. ഈ തർക്കങ്ങളുടെ പരിഹാരത്തെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നഷ്ടത്തിൻ്റെ പരിഹാരത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, തർക്കങ്ങളുടെ പരിഹാരത്തെക്കുറിച്ച്. ഇവിടെ ശരിക്കും മനസ്സിലാക്കുക, ഞാൻ നിങ്ങളെ കച്ചവടം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു. പൈസയും സാധനങ്ങളൊക്കെ ഞാൻ പൈസ ഇറക്കി നിങ്ങളോട് കച്ചവടം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു. ഇത് വക്കാലത്ത് ആകാം അല്ലേ? നിങ്ങളെ ഏൽപ്പിച്ചു, നിങ്ങളത് ചെയ്യുന്നു, നിങ്ങൾക്ക് പ്രതിഫലം പറഞ്ഞാൽ മാത്രം പ്രതിഫലം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ കച്ചവടം ചെയ്യുന്നു, വാങ്ങുന്നു, കൊടുക്കുന്നു. അവിടെ ഞാൻ നിങ്ങളോട് പറയാണ് മാസത്തിൽ ഞാൻ 15,000 തരും. അവിടെ അത് വക്കാലത്താണ്. ശരിക്ക് ഏൽപ്പിക്കുകയാണല്ലോ, അതിന് ശമ്പളമുണ്ട്. ചിലപ്പോൾ ശമ്പളമൊന്നും ഇല്ലാത്ത രീതിയിൽ ഏൽപ്പിക്കാറുണ്ട്. അപ്പോൾ എടുത്ത പണി അവൻ്റെ സൗജന്യമാണ്. മറ്റൊന്ന്, ഞാൻ നിങ്ങൾക്ക് പൈസ തരുന്നു, നിങ്ങളതിൽ ഇടപാട് നടത്തുന്നു, അതിൽ ലാഭത്തിൽ നിങ്ങൾക്ക് പങ്കാളിത്തം തരികയാണ്. പണിക്കൂലി അല്ല, പണിക്കൂലി ആകുമ്പോൾ അത് പിന്നെ അത് വക്കാലത്തായിട്ടാണ് പോരുക, നിങ്ങൾക്ക് തരുന്ന പൈസ. അങ്ങനെ ലാഭത്തിൽ നിങ്ങൾ ഇത്ര കച്ചവടം ചെയ്താൽ ഞാൻ മാസത്തിൽ 2,000 തരാമെന്നോ 3,000 തരാമെന്നോ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അത് അവിടെ 3-1 4 ലാഭം കൂട്ടിയിട്ട് ഓരോ മാസം ഇത്ര ലാഭം, അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ ഇത്ര ലാഭം, 3-1 8 ആ രീതിയിലേ പറ്റും. ഞാൻ നിങ്ങളെ കച്ചവടം ചെയ്യുമ്പോൾ ഞാൻ ലാഭത്തിൽ നിന്നൊരു 2,000 തരാമെന്നോ 3,000 തരാമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. മൊത്തം ലാഭത്തിൻ്റെ. അപ്പം ലാഭം കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ടാളും കൂടെ നഷ്ടം വഹിക്കേണ്ടി വരും. രണ്ടാളും കൂടെ നഷ്ടം വഹിക്കുക എന്നുകൊണ്ട് ഉദ്ദേശം, മാലിക്കിന് സ്വത്ത് നഷ്ടപ്പെടും, അവന് അവൻ്റെ ജോലി അധ്വാനിച്ച അധ്വാനവും നഷ്ടപ്പെടും. മൂന്നാമത്തെ രീതിയുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഞാനും പൈസ ഇറക്കുന്നു, നിങ്ങളും പൈസ ഇറക്കുന്നു, ലാഭക്കൂറ് കച്ചവടം, ഷെയർ. ഞാനും ഷെയർ എടുക്കുന്നു, നിങ്ങളും ഷെയർ എടുക്കുന്നു എന്ന് കച്ചവടം ചെയ്യുന്നു. അവിടെ അതാണ് ശിർക്കത്ത് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. വേറൊരു സാധ്യത ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് പൈസ തരുന്നു, നിങ്ങൾ ഇടപാട് നടത്തുന്നു, കച്ചവടം നടത്തുന്നു, അതിൻ്റെ ലാഭവും നഷ്ടമൊക്കെ നിങ്ങൾ വഹിക്കുന്നു. അത് ശരിക്കും കടം തരലാണ്. ഞാൻ 1,00,000 രൂപ നിങ്ങൾക്ക് തന്നു, നിങ്ങളിനോട് വാങ്ങിപ്പോയി. അപ്പോൾ ചിലപ്പോൾ അവിടെ തർക്കം ഉണ്ടാകും. ഞാൻ നിങ്ങൾക്കത് ഖിറാദായിട്ട് തന്നതാണ്, അപ്പോൾ അയാൾ പറയണല്ലോ എനിക്ക് കടം തന്നതാണ്. ഖിറാദും ഖർളും ഇങ്ങനെയൊക്കെ തർക്കം ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അങ്ങനെ തർക്കം ഉണ്ടായാൽ എന്താണ് വിഷയം? തീരുമാനം, വലവിദ്ദാൽ മാലിക്കു, ഉടമസ്ഥൻ വാദിച്ചാൽ, ബാദ തൽഫി, നശിച്ചതിന് ശേഷം, അന്നഹു ഖർദിനത് കടമായിരുന്നു എന്ന്. അങ്ങനെ സാധ്യതയുണ്ടല്ലോ. അല്ല, ആമിര് വാദിച്ച അന്നഹു ഖിറാദുൻ, അത് ഖിറാദായിരുന്നു. എന്താ രണ്ടും ആകുമ്പോഴുള്ള വ്യത്യാസം? കടാവുമ്പോൾ പിന്നെ നശിച്ചാൽ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണ്ടേ? ഞാൻ നിങ്ങൾക്ക് 1,00,000 രൂപ തന്നു, ആ 1,00,000 നശിച്ചാൽ. ഖിറാദാണെങ്കിലോ നിങ്ങൾക്ക് ഇടപാടിന് വേണ്ടി തന്നായിരുന്നു, പീടികയ്ക്ക് തീ പിടിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി, നശിച്ചാൽ നിങ്ങൾ എനിക്ക് തിരിച്ചു തരണ്ട, കാരണം അത് ഖിറാദാണ്. അങ്ങനെ തർക്കമായാൽ അവിടെ ആമിലിൻ്റെ വാദമാണ് സ്വീകരിക്കപ്പെടുക. ഹലഫൽ ആമിലു, അവിടെ ആമിൽ എന്ത് ചെയ്യണം? സത്യം ചെയ്യണം. കമാ അഫ്താ ബിഹി ഇബ്നു സ്വലാഹി റഹിമഹുല്ലാഹ് കൽ-ബഗവി, ഇവരൊക്കെ പറഞ്ഞതുപോലെ. കാരണം ലമാൻ ഇല്ലാതിരിക്കലാണ് അസല്. അപ്പോൾ അത് ഖിറാദായിരുന്നു എന്ന് പറയുന്ന വാദമാണ് അംഗീകരിക്കാൻ. പക്ഷേ വല്ലാഹി തന്നെ സത്യം ചെയ്യാൻ കോടതിയിൽ. ഇതൊന്നും മറ്റ് തെളിവുകളില്ലെങ്കിലാണ്. ഖിലാഫൻ ലിമാ റജാഹു സർക്കശി വഗൈറുഹു മിൻ തസ്ദീഖിൽ മാലിക്. എന്നാൽ ഇമാം സർക്കശിയും മറ്റും മാലിക്കിനെയാണ് വാസ്തവമാക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അഭിപ്രായത്തിനെതിരായിട്ടാണ് ഞാൻ പറയുന്നത്. അവരുടെ അഭിപ്രായമുള്ള വിഷയമാണ്. പ്രബല ഏതാണ്? ആമിലിൻ്റെ വാദമാണ് സ്വീകരിക്കുക. അല്ലെങ്കിൽ അതിനൊക്കെ സാക്ഷികളെ വെക്കണം തുടക്കത്തിൽ തന്നെ, ഖിറാദാണോ ഖർളാണോ എന്നുള്ളതൊക്കെ. എന്നാൽ പിന്നെ ഈ തർക്കമൊന്നും ഉണ്ടാവില്ല. അതാണ് പറയുന്നത്. ഫൈൻ അഖാമ ബയ്യിനത്തൻ, അപ്പോൾ രണ്ടുപേരും
തെളിവ് നിർത്തിയാൽ, ഖിറാദാന്നുള്ളതിന് ഇവന് തെളിവുണ്ട്, ഖർദാന്നുള്ളതിന് തെളിവുണ്ട്. ഒരു ഭാഗത്തേ തെളിവുള്ളൂ എങ്കിൽ തെളിവുള്ള വാദമാണ് സ്വീകരിക്കുക. രണ്ടുപേരും തെളിവ് നിർത്തിയാൽ, തെളിവ് എന്ന് പറഞ്ഞാൽ സാക്ഷികളെ നിർത്തിയാൽ ഖുദ്ദിമത്ത് ബയ്യിനത്തുൽ മാലിക്, അവിടെ മാലിക്കിൻ്റെ ബയ്യിനത്തിനെയാണ് മുന്തിക്കുക. മാലിക്ക് പറയുന്നത് കടാണ് എന്നാണ്, അല്ല ഖിറാദാണ് എന്നല്ലേ, ഖർദാണ് എന്നാണ് പറയുന്നത്. അല്ല ഉജഹി, കാരണം ലിഅന്ന മഅഹാ സിയാദത്തുൽ ഇൽമി, കാരണം മാലിക്കിൻ്റെ സാക്ഷികളോക്കാണ് കൂടുതൽ അറിവ് ഉള്ളത്. എന്തുകൊണ്ട്? മാലിക്കിൻ്റെ സാക്ഷികൾ എന്താ പറയുന്നത്? അത് കടമാണ് എന്നല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥത എന്തായിട്ടുണ്ട്? അയാളിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു അധിക അറിവ് അവർക്ക് കിട്ടുന്നുണ്ട്. ഖിറാദ എന്ന് പറയുന്നിടത്ത് ഒന്നുമില്ല, സാക്ഷികൾക്ക് അധിക അറിവൊന്നുമില്ല. അയാളുടെ സ്വത്താണ്, ആമിൻ്റെ കയ്യിൽ കൊടുത്താലും മാലിക്കിൻ്റെ സ്വത്താണ്, കാരണം കച്ചവടം ചെയ്യാന്നുള്ള പണി മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ അറിവും വിവരമുള്ള ആളുകൾ ആരാണ്? മാലിക്കിൻ്റെ സാക്ഷികളായതുകൊണ്ട് ഉടമസ്ഥത അയാളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. കാരണം കടം കൊടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് 1000 റുപ്യ 1,00,000 റുപ്യ കടം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥ നിങ്ങളാണല്ലോ. ഓക്കെ, ഇനി അതുപോലെ ഉണ്ട് തർക്കം, ലാഭം ഉണ്ടായിട്ടുണ്ടോ നഷ്ടം ഉണ്ടായിട്ടുണ്ടോ എത്രയാണ് എന്നൊക്കെ. അവിടെയും വസുദ്ദിഖ, മാലിക്കിനെയാണ് വാസ്തവം. മത്നുവൊക്കെ വസുദ്ദിഖ ഫീ തലിഫിൻ, നശിച്ചു എന്ന വാദത്തിൽ മാലിക്കിനെയല്ല ആമിലിനെയാണ് സത്യം ചെയ്യിപ്പിക്കപ്പെടുക. ഫി ആദമി റിബിഹിൻ അസ്ലൻ, തീരെ ലാഭമുണ്ടായിട്ടില്ല എന്ന വാദത്തിലും മാലിക്ക് പോലെയാണ് ലാഭം ഉണ്ടായിട്ടുണ്ട്. വഫീ ഖദ്രിഹി, ലാഭത്തിൻ്റെ അളവിലും അമലം ബിൽ അസ്ലി ഫീഹിമ, അതിലൊക്കെ അസ്ല അതാണല്ലോ, അതിലൊക്കെ അടിസ്ഥാനം അതാണല്ലോ, ലാഭമില്ലാക്കലും. അതുകൊണ്ട് അവരെ വാദമാണ് സ്വീകരിക്കുക. ലാഭമുണ്ട് എന്നുള്ളത് പിന്നീട് സ്ഥിരപ്പെടുത്തേണ്ട സംഗതിയാണല്ലോ. പിന്നെ അതാണ് പറയുന്നത്. നഷ്ടം എന്ന് പറയുമ്പോൾ വഫീ ഖുസ്രി മുംകിൻ, സാധ്യമായ നഷ്ടം, അല്ലാതെ വളരെ അസ്വാഭാവികമായ ഒരു നഷ്ടമൊക്കെ പറയുകയാണെങ്കിൽ പരിശോധിക്കേണ്ടി വരും. ഒരു സാധ്യതയുള്ള നഷ്ടത്തിലും യന്നഹു അമീൻ, കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആമിൽ വിശ്വസ്തനാണ്, നേരത്തെ പറഞ്ഞതാണ്. ആമിൽ വിശ്വസ്തനാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊന്ന്, ഒരാൾ പറയുകയാണെങ്കിൽ ലാഭം കിട്ടിയിരുന്നു, പിന്നെ എനിക്ക് കണക്കിൽ പഴച്ചു, അല്ലെങ്കിൽ ലാഭം കിട്ടി ഞാൻ കള്ളത്തരം പറഞ്ഞതായിരുന്നു എന്നൊന്ന് പറഞ്ഞാൽ സ്വീകരിക്കുമല്ലേ എന്നാ? ഇല്ല. വലോ കാല, ഒരാൾ പറഞ്ഞു റബീഹത്ത് കഥ, എനിക്ക് ഇത്ര രൂപ ലാഭം ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. റബീഹ എന്നാണ് ലാഭിച്ചു. സുമ്മക്കാല, പിന്നീട് വന്ന് പറഞ്ഞു വലത്തു ഫിൽ ഹിസാബ്, വലത്താന്ന് പറഞ്ഞാൽ പഴച്ചു എന്നാ, എനിക്ക് കണക്കിൽ പഴച്ചതാണ് എന്ന് പറഞ്ഞാൽ, ഔ ഫിൽ ഹിസ ഔ കഥബത്തു, അല്ലെങ്കിൽ ഞാൻ നേരത്തെ കള്ളം പറഞ്ഞതായിരുന്നു എന്ന് പറഞ്ഞാൽ ലം യഖ്ബൽ, അത് സ്വീകരിക്കപ്പെടുന്നതല്ല. കാരണം എന്തുകൊണ്ട്? ആദ്യം പറഞ്ഞോടുകൂടി ഇവൻ മറ്റൊരാൾക്ക് ഒരു ഹക്ക് നൽകാനുണ്ട് എന്ന് സംഭവിക്കുകയാണല്ലോ. ഇപ്പോൾ ലാഭത്ര ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ഹക്ക് ഞാൻ നൽകാനുണ്ട്, ഇത്ര പൈസ നൽകാനുണ്ട് എന്നാണല്ലോ ഈ അർത്ഥം. അങ്ങനെ ഒരാൾക്ക് ഇക്രാർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പിന്മാറ്റം സ്വീകരിക്കൂല എന്നാണ് നിയമം. ഇപ്പോൾ ഈ വിഷയത്തിലൊന്നും അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു 100 റുപ്യ തരാനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു, നിങ്ങളെന്നോട് ചോദിച്ചിട്ടൊന്നല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തരാനില്ല എന്ന് പറഞ്ഞാൽ ആ വാദം സ്വീകരിക്കൂല എന്നാണ്. ഞാൻ ആദ്യം പറയലോടുകൂടി നിങ്ങൾക്ക് ഞാനൊരു ഹക്ക് തരാനുണ്ട് എന്ന് സമ്മതിച്ചു കഴിഞ്ഞല്ലോ, പിന്നെ നിഷേധിച്ചിട്ട് കാര്യമില്ല എന്നാണ് നിയമം. യന്നഹു അഖറ ബി ഹഖിൻ ബിഗൈരിഹി, കാരണം അയാൾ മറ്റൊരാൾക്ക് ഒരു ഹക്ക്, അവകാശം, ബാധ്യത നൽകാനുണ്ട് എന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ഫലം യുഖ്ബൽ, അപ്പോൾ പിന്നെ സ്വീകാര്യമല്ല. റുജൂഹു അൻഹു, അതിൽ നിന്നുള്ള പിന്മാറ്റം സ്വീകാര്യമല്ല. അപ്പോൾ പഴിച്ചു എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഞാൻ കളവ് പറഞ്ഞതാണെന്ന് പറഞ്ഞാലോ ഒന്നും കൂട്ടൂല. അതേ സമയത്ത് ലാഭമുണ്ട് എന്ന് പറഞ്ഞ ആള് പിന്നീട് എന്ന് പറഞ്ഞു എനിക്ക് നഷ്ടം ഉണ്ടായി എന്ന് പറഞ്ഞു, അത് പറ്റും സാധ്യത ഉണ്ടെങ്കിൽ. യഖ്ബലു ഖൗലുഹു, അവൻ്റെ വാക്ക് സ്വീകരിക്കപ്പെടും. ഭാഗം അതിനുശേഷം ഹസിർത്തു, നഷ്ടമാണ്, എനിക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടും. ഇനി എഹ്തമല, അതിന് സാധ്യതയുണ്ടെങ്കിൽ. കാൻ അറള കസാദുൻ, ഉദാഹരണം വിലയിടിച്ചിലുണ്ടാകും പോലെ, ആദ്യം ലാഭം ഉണ്ടായിരുന്നു പറഞ്ഞു, പിന്നെ പറഞ്ഞു നഷ്ടമായിട്ടോ എന്ന് പറഞ്ഞു, അത് സ്വീകരിക്കും. അതുകൊണ്ട് ആദ്യം വിലയിടിച്ചിൽ പോലെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 100 റുപ്യക്ക് വാങ്ങിയ സാധനം അത് 500 ആയി 200 ആയി,
പിന്നെ അപ്പോൾ ലാഭം ഉണ്ടായി എന്ന് പറഞ്ഞു. പിന്നെ പിറ്റേന്ന് പറഞ്ഞാൽ നഷ്ടമായിട്ട് തോന്നും. കാരണം നോക്കിയപ്പോൾ ആ 100 സാധനത്തിൻ്റെ വില എന്തായിട്ടുണ്ട്, 100ൻ്റെ സാധനത്തിന് പെട്ടെന്ന് വില ഇടിഞ്ഞിട്ട് 50ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ നഷ്ടത്തേക്ക് പോകൂലേ. അതാണ് വയഖ്ബലു ഖൗലുഹു ബഅദു, അതിനുശേഷം അവൻ്റെ വാക്ക് സ്വീകരിക്കപ്പെടും. ഇതിനുശേഷം ലാഭം ഉണ്ടായി എന്ന് പറഞ്ഞതിന് ശേഷം ഖസിറുത്തു, എനിക്ക് നഷ്ടം സംഭവിച്ചു എന്ന വാക്ക് സ്വീകരിക്കപ്പെടും. ഇനി ഹത്തമല, അതിന് സാധ്യത ഉണ്ടെങ്കിൽ, ഇതുപോലെ കാൻ ആറാവാം കസാദുൻ, വിലയിടിച്ചിൽ സംഭവിക്കും പോലെ. കസാദ് എന്നാണ് വിലയിടിച്ചിൽ. അതുപോലെ വഫി റദ്ദിൽ മാലി അൽ മാലിക്ക്, പൈസ ഉടമസ്ഥന് തിരിച്ചു നൽകിയിട്ടുണ്ട് എന്ന വാദത്തിൽ മാമിലിൻ്റെതാണ് സ്വീകരിക്കപ്പെടുക. തമനഹു, കാരണം ഇവൻ അവനെ വിശ്വസിച്ചാണല്ലോ ഇടപാട് നടത്തിയത്. കൽ മൂതായി, സ്വത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവനെ പോലെ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു സ്വർണ്ണമാല സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു, പിന്നെ തർക്കമായി. നിങ്ങൾ പറയാണ് തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട് എന്ന്. തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എൻ്റെ വാദമാണ് സ്വീകരിക്കുക, നിങ്ങളെ വാദമാണ് സ്വീകരിക്കുക. കാരണം ഞാൻ നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചതാണല്ലോ. അപ്പം നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കണ്ടേ. അതാണ് യന്നഹു തമലഹു, കാരണം സൂക്ഷിച്ച് വെച്ച സമയത്ത്, ഖിറാദിന് വേണ്ടി ഏൽപ്പിച്ച സമയത്ത് അവൻ വിശ്വസിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ മറ്റൊരു തർക്കം, കച്ചവടം ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ അടുത്ത് ഏൽപ്പിച്ചത് 1,00,000 റുപ്യാണ്. പിന്നെ തർക്കമായി. നിങ്ങൾ പറയണം എൻ്റെ അടുത്ത് 50,000 തന്നിട്ടുള്ളൂ, ഞാൻ പറയണ 1,00,000 തന്നിട്ടുണ്ട്. അവിടെ ഈ ആമിലിൻ്റെ വാദമാണ് സ്വീകരിക്കുക. വിശബ്ദക്കുൽ ആമിലായതൻ, ആമിലിനെയാണ് സ്വീകരിക്കുക. വീണ്ടും ഫി ഖദിരി റഹസുൽ മാലി, റഹസുൽ മാലിൻ്റെ ഖദിറിൽ, അളവിൽ. റഹസുൽ മാലി എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്യാനുള്ള മൂലധനം. കാരണം അസ്ല് കൂടുതലില്ലാതിരിക്കലാണ്. അസ്ല് ആദമു സായിദി, അസ്ല് കൂടുതലില്ലാതിരിക്കലാണ്. അതുപോലെ ഇവനെ നിങ്ങളെ കച്ചവടത്തിനാണ് ഞാൻ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ പീടികയിൽ കുറേ സാധനങ്ങൾ, എന്തോട്ടെ കുറേ ഭൂമി വാങ്ങിയിട്ടുണ്ട് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ അവിടെ ഒരു ഭൂമി വാങ്ങിയിട്ടുണ്ട്, ഇവിടെ ഒരു ഭൂമി വാങ്ങിയിട്ടുണ്ട്, അവിടെ 10 സെൻറ്റ്, ഇവിടെ 5 സെൻറ്റ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ പറയണ ഈ ഭൂമിയൊക്കെ ഈ ഖിറാദിൻ്റെ ഇടപാടിലായിട്ട് വാങ്ങിയതാണ്. നിങ്ങൾ പറയണല്ല, ആ 5 സെൻറ്റ് ഭൂമി ഞാൻ എനിക്ക് സ്വന്തമായിട്ട് വാങ്ങിയതാണ്, അത് ഖിറാദിൻ്റെ വകുപ്പിൽ വാങ്ങിയതല്ല. ആരെ വാദമാണ് സ്വീകരിക്കപ്പെടുക? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളെ ഞാൻ ഖിറാദിൻ്റെ സ്വത്ത് ഏൽപ്പിച്ചു, ഭൂമി കച്ചവടത്തിന് ഏൽപ്പിച്ചു. നിങ്ങൾ അവിടെ 5 സെൻറ്റ്, ഇവിടെ 10 സെൻറ്റ്, ഇവിടെ 15 സെൻറ്റ്, അവിടെ ഒരു വീടൊക്കെ വാങ്ങി. അപ്പോൾ തർക്കം, ഞാൻ പറയണം അതൊക്കെ ഈ ഖിറാദിൻ്റെ സ്വത്ത് കൊണ്ട് വാങ്ങിയാണ്. നിങ്ങൾ പറയണ അല്ല, അതെ ആ 5 സെൻറ്റ് ഞാൻ എൻ്റെ സ്വന്തം പൈസക്ക് വാങ്ങിയതാണ്, മറ്റതൊക്കെ ഖിറാദിനാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ വാദം തന്നെയാണ് സ്വീകരിക്കപ്പെടുക. എപ്പോൾ? ഞാൻ നൽകിയ പൈസ കൊണ്ടാണ് നിങ്ങളത് വാങ്ങിയത് എങ്കിൽ, ഞാൻ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി 10 ലക്ഷം റുപ്യ തന്നിട്ടുണ്ടായിരുന്നു, അതേ പൈസ കൊണ്ടാണ് നിങ്ങൾ ആ 5 സെൻറ്റ് വാങ്ങിയതെങ്കിൽ പിന്നെ നിങ്ങളെ വാദം സ്വീകരിക്കില്ല. നിങ്ങളെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാണ് എന്നുള്ള വാദം സ്വീകരിക്കില്ല. അഥവാ അല്ലാതെ ഒരു കടം പറഞ്ഞിട്ടാണ് വാങ്ങിയത് എങ്കിൽ പിന്നെ നിങ്ങളെ ഉദ്ദേശം പോലെ ഇരിക്കും. എൻ്റെ പൈസ അല്ല, മൊത്തത്തിൽ ഉത്തരവാദിത്തത്തിലുള്ള ഒരു 10 ലക്ഷത്തിനാണ് വാങ്ങിയത് എങ്കിൽ, ഞാൻ നൽകിയ അതേ നോട്ട് കൊണ്ടല്ല, നിങ്ങൾ കടം പറഞ്ഞുകൊണ്ടും നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടുമാണ് വാങ്ങിയത് എങ്കിൽ അവിടെ നിങ്ങളെ വാദമാണ് സ്വീകരിക്കപ്പെടുക. നോക്കൂ, പിന്നെന്തൊക്കെയാ തർക്കമുണ്ട്? ധാരാളം തർക്കങ്ങളും അതിൻ്റെ പരിഹാരമാണ് പറയുന്നത്. വഫീ ഖൗലിഹി ഇങ്ങനെ കാണാം തുടർന്നുള്ള ഇബാറത്തുകളിലൊക്കെ. അതുപോലെ ആമിലിൻ്റെ വാദം വാസ്തവമാക്കപ്പെടും സത്യം ചെയ്യിപ്പിച്ചുകൊണ്ട്. ഇസ്തറൈത്തു ഹാദാലി, ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയതാണ്. ഔ ലിൽ ഖിറാദി, അല്ലെങ്കിൽ ഇത് ഞാൻ ഖിറാദിന് വേണ്ടി വാങ്ങിയതാണ് എന്ന വാദത്തിലും ആമിലിൻ്റെ വാദമാണ് സ്വീകരിക്കപ്പെടുക. ഏത് സ്ത്രീയിൽ വല്ല അഖദു ബിദിമ്മത്തി, അഖദ് ഇവൻ്റെ ഉത്തരവാദിത്തത്തിൽ നടന്നതാണെങ്കിൽ. കാരണം യന്നഹു ആലും ബി ഖസ്തി, അവൻ്റെ ഉദ്ദേശം അവനാണല്ലോ അറിയാം. അമ്മാലോകാന ഷിറാഉ ബിഐനി മാലിൽ ഖിറാദി, അപ്പോൾ വാങ്ങിയത് ഖിറാദിൻ്റെ സ്വത്ത് കൊണ്ടാണെങ്കിൽ ഫഇന്നഹു യഖഉ ലിൽ ഖിറാദി, അത് ഖിറാദിന് വേണ്ടിയാണ് സംഭവിക്കുക. വൈന്നവ നഫ്സഹു, അവൻ സ്വന്തത്തെ കരുതിയാൽ പോലും ഖിറാദിന് വേണ്ടിയാണ് സംഭവിക്കുക. കമാ ഖാലഹുൽ ഇമാമുൽ ഹറമീനി പറഞ്ഞതുപോലെ. ജസമ ഫിഹി മത്ലബ് എന്ന കിതാബിൽ അക്കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം വാലിഹി, ഇത് പ്രകാരം തുസ്മാവ് ബഹീനത്തുൽ മാലിക്കി, മാലിക്കിൻ്റെ സാക്ഷികളെയാണ് കേൾക്കുക. അന്നഹുസ്ത്രാബി മാലിൽ ഖിറാദി, ഖിറാദിൻ്റെ സ്വത്ത് കൊണ്ടാണ് വാങ്ങിയത് എന്ന വാദത്തിൽ മാലിക്കിൻ്റെ സാക്ഷികളുടെ വാദമാണ് സ്വീകരിക്കപ്പെടുക. മറ്റൊരു തർക്കം, ഈ ഖിറാദിൻ്റെ ഇടപാട് നടത്തുമ്പോൾ ചിലത് വാങ്ങാൻ അനുവാദം നൽകാൻ, ചിലത് വാങ്ങരുത് എന്നൊക്കെ പറയാൻ പറ്റുമല്ലോ. അങ്ങനെ തർക്കം, നിങ്ങൾ ഇത് എന്നോട് വാങ്ങണ്ട എന്ന് പറഞ്ഞിട്ടില്ല,
അല്ല ഇത് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് തർക്കം. ഭൂമി വാങ്ങാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെങ്കിൽ തേങ്ങ വാങ്ങണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എന്തിനാ തേങ്ങ വാങ്ങിയത്? ഭൂമി വാങ്ങണ്ടെന്ന് പറഞ്ഞിരുന്നു, നീ എന്തിനത് വാങ്ങി? ഇങ്ങനെ തർക്കം വന്നാൽ അവിടെയും ആമിലിൻ്റെ വാദമാണ് സ്വീകരിക്കപ്പെടുക. അഫീ ഖൗലിഹി, ആമിലിൻ്റെ വാക്കിലും ആമിലിനെ വാസ്തവമാക്കപ്പെടും. മോഡലുള്ള ഇബാറത്തും കൂടെ കൊണ്ടുവരുമ്പോൾ യുസദ്ദഖുൽ ആമിലു, ആമിലിൻ്റെ വാദം വാസ്തവമാക്കപ്പെടും. ഫീ ഖൗലിഹി, അവൻ്റെ വാദത്തിൽ ലം തൻഹനി, നീ എന്നെ തടഞ്ഞിട്ടില്ല, അൻ ശിറായിക്കഥ, ഇന്ന സാധനം വാങ്ങുന്നത് തടഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് എന്ന വാക്കും. അപ്പം മാലിക് എന്താ പറയണത്? ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ആമിലിൻ്റെ വാദമാണ് സ്വീകരിക്കപ്പെടുക. ലിഅന്നൽ അസ്ല അദ്മു നഹി, വിലക്കില്ലാതിരിക്കലാണ് അസ്ല്. ഇനി എത്രയാണ് ലാഭം പറഞ്ഞത്, 1/3 പകുതിയാണോ എന്ന തർക്കത്തിൽ ആരെ വാദം സ്വീകരിക്കപ്പെടുക? അവിടെ നോക്കൂ, വലിഖ്തലഫ, രണ്ടുപേരും അഭിപ്രായ വ്യത്യാസമായി. ഫിൽ ഖദിരിൽ മശ്റൂത്തി ലഹു, നിബന്ധന പറഞ്ഞിട്ടുള്ള അളവിൽ, അഹു നിസ്ഫു, പകുതിയാണോ 1/3 എന്നൊക്കെ തർക്കമായാൽ, മസലൻ തഹാലഫ, രണ്ടുപേരും സത്യം ചെയ്യണം വല്ലാഹി എന്ന് പറഞ്ഞിട്ട്. വലിൽ ആമിലി, അതോടുകൂടി ആമിലിന് അത് പോയി കിട്ടുക. ബാനൽ ഫസ്ഖി, ഈ അഖദ് ഫസ്ഖ് ചെയ്തതിന് ശേഷം, അപ്പോൾ ഖിറാദ് എന്നുള്ള ഫസ്ഖായിട്ട് ക്യാൻസൽ ചെയ്തതിന് ശേഷം ആമിൽ ലഭിക്കുക ഉജ്റത്തുൽ മിസ്ലി, അവൻ എടുത്ത പണിൻ്റെ കൂലിയാണ് കിട്ടുക, സാധാരണ കൂലി. നേരത്തെ പറഞ്ഞ ലാഭമൊന്നുമില്ല, മാലിക് പറഞ്ഞുമില്ല, ആമിൽ പറഞ്ഞുമില്ല. ലാഭം ഉണ്ടെങ്കിൽ കിട്ടും. അപ്പം റിബുഹു ജമീഉഹു ലിൽ മാലിക്, ലാഭം മുഴുവനും ഉടമസ്ഥനായിരിക്കും. മറ്റൊരു തർക്കം, വക്കീലിനോ മുഖാരിദ്, ഇവൻ വക്കീലാണോ മുഖാരിദാണോ? വക്കീൽ എന്ന രീതിയിലാണ് ഇടപാട് നടത്തിയത്, മുഖാരിദ് എന്ന രീതിയിലാണ് ഇടപാട് നടത്തിയത് എന്ന് തർക്കം വന്നാൽ സുദ്ഖൽ മാലികു ബിയമീനിഹി, അവിടെയും ഉടമസ്ഥന്റെ വാദമാണ് സ്വീകരിക്കപ്പെടുക. വല ഉജ്റത അലൈഹി ലിൽ ആമിലി, അത് പ്രകാരം മാലിക് എന്ത് ചെയ്യേണ്ടതില്ല, ആമിലിന് കൂലി കൊടുക്കേണ്ടതും ഇല്ല. ഇതൊക്കെയാണ് വിഷയം. ഒരുപാട് തർക്കങ്ങളായി അല്ലേ? ഒരിക്കലൂടെ അർത്ഥം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പൂർത്തിയാക്കാം. ബിസ്മില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ. വലവിദ്ദഅൽ മാലികു, മാലിക് വാദിച്ചാൽ, ബാദത്തൽഫി, നശിച്ചതിന് ശേഷം, സമ്പത്ത് നശിച്ചതിന് ശേഷം, അന്നഹു ഖർദൻ, അത് കടം കൊടുത്തതായിരുന്നു എന്ന് വാദിച്ചാൽ, അപ്പോൾ തിരിച്ചു കൊടുക്കേണ്ടി വരും കൊടുത്ത പൈസ മൊത്തം. വൽ ആമിലു, ആമില് വാദിച്ചാൽ, അന്നഹു ഖിറാദൻ, അത് ഖിറാദായിരുന്നു എന്ന് വാദിച്ചാൽ, അപ്പം പിന്നെ ഖിറാദിൻ്റെ സ്വത്ത് നശിച്ചാൽ തിരിച്ചു കൊടുക്കേണ്ടതില്ല. ഹലഫൽ ആമിലു, ആമില് സത്യം ചെയ്യേണ്ടതാകുന്നു, ആമില് സത്യം ചെയ്യേണ്ടതാകുന്നു, ആമില് സത്യം ചെയ്യേണ്ടതാകുന്നു, ആമില് സത്യം ചെയ്യാം. കമാർത്ത ബീബിൻ സലാഹ് ബഹുബി ലിഅന്നൽ അസ്നാദ് ലമാനി, ലമാന് ഉത്തരവാദിത്വം ബാധ്യതയും ഇല്ലാതിരിക്കലാണ് അസ്ല്. കമാ ഖിലാഫ ലിമാ റജഹു സർകശി വഗൈറുഹു മിൻ തസ്ദീഖിൽ മാലിക്, അവർ പറയുന്നത് മാലിക്കിനെയാണ് വാസ്തവമാക്കേണ്ടത് എന്നാണ്. ഇബ്നു സലാഹ് റഹിമഹുല്ലാഹ് പറയുന്നത് ആമിലിനെയാണ് വാസ്തവമാക്കേണ്ടത്. അപ്പോൾ രണ്ടുപേരും ഫൈൻ അഖാമ ബൈനത്തൻ, രണ്ടുപേരും തെളിവ് സ്ഥാപിച്ചാൽ, സാക്ഷികളെ നിർത്തിയാൽ, ബുദ്ധിമത്ത് ബൈനത്തുൻ മാലിക്, അവിടെ മാലിക്കിൻ്റെ ബൈനത്തിനെയാണ് സ്വീകരിക്കപ്പെടുക, മുന്തിക്കപ്പെടുക. ലൗജഹി എൻ്റെ മാഹാ സിയാദത്ത് ഇൽമിൻ, മാലിക്കിൻ്റെ സാക്ഷികളെ കയ്യിൽ അധിക അറിവുണ്ട്. ആദമി ലിബിഹിൻ അസ്ലൻ, അധിക അറിവുണ്ട് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ മിൽക്ക് അയാളിലേക്ക് നീങ്ങിയെന്നാണല്ലോ ഈ സാക്ഷികൾ പറയണത്, കടം കൊടുത്തു എന്ന് പറയുമ്പോൾ. അഫി ആദമി ലിബിഹിൻ അഫി ഖദ്രിഹി, അളവില്ല എന്നതിലും, ലാഭമില്ല എന്നതിലും, ലാഭത്തിൻ്റെ അളവിലും ആമിൻ്റെ വാദം വാസ്തവമാക്കപ്പെടും. അമലംബിൽ നസ്ലിഫിഹി, മാസ്ല് അങ്ങനെയാണ്. ഒഫി ഹുസ്രിൻ മുംകിനും, സാധ്യമാകുന്ന, ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ലാഭത്തിലും അന്നഹു അമീൻ, കാരണം അവൻ വിശ്വസ്തനാണ്. വലോ ഖാല, ഒരാൾ പറഞ്ഞു, റബ്ബിഹത്ത് കഥാ, എനിക്ക് ഇത്ര ലാഭം ലഭിച്ചു. ഉമ്മ ഖാല, പിന്നീട് പറഞ്ഞു, ഖലത്തു ഫിൻ ഹിസാബിയോ കഥബത്തു, കണക്കിൽ പഴച്ചതാണ്, കളവ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ യഖ്ബൽ, സ്വീകാര്യമല്ല. യന്നഹു ഹഖ അഖറ, കാരണം അവൻ ഏറ്റിരിക്കുന്നു, ബിഹഖിൽ ഗൈരി, മറ്റൊരാൾക്ക് ഹഖ് കൊടുക്കാനുണ്ടെന്ന് ഏറ്റെടുത്തു. ഫലം യഖ്ബൽ റജൂഉഹു മിൻഹു, അപ്പോൾ പിന്നെ ഏറ്റെടുത്തതിൽ നിന്നുള്ള പിന്മാറ്റം സ്വീകരിക്കപ്പെടുന്നതല്ല.
വയഖ്ബലു ഖൗലുഹു, ഇനി അവൻ്റെ വാക്ക് സ്വീകരിക്കപ്പെടും, ബഅദു ഇതിനു ശേഷം, ഖസിർതു എനിക്ക് നഷ്ടമുണ്ടായി എന്ന വാദം നിഹ്തമലാതിന് സാധ്യതയുണ്ടെങ്കിൽ, കാൻ അറവ കസാദൻ വിലയിടിവ് ഉണ്ടാകും പോലെ, അഫീ റദ്ദിൽ മാലിക് അലൻ സ്വത്ത് മാലിക്കിന് തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന വാദത്തിലും, അന്നഹു തമനഹു കൽ മൂദായി, കാരണം ഇവൻ അവൻ വിശ്വസിച്ചവനാണല്ലോ, കൽ മൂദായി സ്വത്ത് സൂക്ഷിക്കപ്പെടുന്നവനെ പോലെ തന്നെ, വൈസുദ്ദഖൽ ആമിലായി ഇവൻ ആമിലിനെ വാസ്തവമാക്കപ്പെടും, ഈ ഖദിർ റസിലിമാരി മൂലധനത്തിൻ്റെ അളവിൽ, എന്നല്ല അസ്നാദ് മുസായിദി, കാരണം മസ്രി കൂടുതലില്ലാതിരിക്കലാണ്, വഫീ ഖൗലിഹി ഇസ്തറയ്തു ഹാദാ, ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങി എന്ന വാക്കിലും, അല്ലെങ്കിൽ ഖിറാദിന് വേണ്ടിയാണ് വാങ്ങിയത് എന്ന വാദത്തിലും, വല്ലഅഖ്ദു ഫി ദിമ്മത്തി, അഖ്ദ് ഉത്തരവാദിത്വത്തിൽ നടത്തിയ അഖ്ദാകുമ്പോൾ, ലിഅന്നഹു അഅലമു ബിഖസ്ദിഹി, കാരണം അവനാണല്ലോ അവൻ്റെ ഉദ്ദേശം അറിയുന്നത്, അമ്മ ഓരോക്കാണ് ഷിറാഉ ബിഐനി മാൻ ഖിറാദി, അപ്പോൾ ഷിറാഉ വാങ്ങിയത് ഖിറാദിൻ്റെ സ്വത്ത് കൊണ്ടാണെങ്കിൽ, ഉത്തരവാദിത്വത്തിലോ കടമായിട്ടോ അല്ലെങ്കിൽ നിശ്ചിത പൈസ മുന്നിൽ വെക്കാതെ വാങ്ങുന്നതിനാണ് ദിമ്മത്ത് എന്ന് പറയാം. ഫൈന്നഹു യഖഉ ലിൽ ഖിറാദി, അത് ഖിറാദിന് വേണ്ടി സംഭവിക്കും ആ വാങ്ങല്, വൈന്നവ നഫ്സഹു, അവൻ വാങ്ങുമ്പോൾ അവൻ്റെ സ്വന്തത്തെ കരുതിയാൽ പോലും, കമാ ഖാലു ലിമാ മുജസമ ബി മത്ലബി അലൈഹി, അത് പ്രകാരം, ഫതുസ്മഉ ബൈനത്തുൽ മാലിക്കി, മാലിക്കിൻ്റെ സാക്ഷികളെയാണ് വാസ്തവമാക്കപ്പെടുക. രണ്ടു കൂട്ടരും സാക്ഷികളെ നിർത്തിയാൽ മാലിക്കിൻ്റെ ബൈനത്തിനാണ് സ്വീകരിക്കപ്പെടുക, അന്നഹുസ്തറാബി മാൽ ഖിറാദി, ഖിറാദിൻ്റെ മാല് കൊണ്ടാണ് വാങ്ങിയത് എന്ന് മാലിക്കിൻ്റെ സാക്ഷികളാണ് വാസ്തവമാക്കപ്പെടുക. അതുപോലെ വഫീ ഖൗലിഹി, അവൻ്റെ വാക്കിലും അവനെയാണ്, ആമിലിൻ്റെ വാക്കിലും ആമിനെയാണ് വാസ്തവമാക്കപ്പെടുക, ലം തൻഹനി അൻ ശിറാഇ കദാ, എന്നാൽ എന്നെ വാങ്ങുന്നത് നീ എന്നെ തടഞ്ഞിട്ടില്ല എന്ന വാദത്തിലും, മാലിക് എന്ത് പറയും, തടഞ്ഞിട്ടുണ്ട് വാങ്ങണ്ടെന്ന് പറഞ്ഞിരുന്നു. അവിടെ ലിഅന്നൽ അസ്ന അതും നഹിയില്ലാതിരിക്കലാണ് അസ്ല്. ഇനി വലൽ ഇഖ്തിലാഫ, രണ്ടുപേരും തർക്കിച്ചു, ഫീ ഖദ്രിൽ മശ്റൂത്ത് ലഹു, നിബന്ധന വെക്കപ്പെട്ട ലാഭത്തിൻ്റെ അളവിലോ, പകുതിയാണോ മൂന്നിലൊന്നോ എന്നൊക്കെ രണ്ടുപേരും സത്യം ചെയ്യണം. അതോടുകൂടെ ആമിലി ഇടപാട് ഫസ്ഖ് ചെയ്യണം, ഈ ആമിലിന് കിട്ടും ഫസ്ഖിന് ശേഷം ഉജറത്തുൽ മിസ്ലി, എടുത്ത പണിൻ്റെ സാധാരണ കൂലി, റിബുഹു ജമീഉഹുൽ മാലിക്, ലാഭം മുഴുവനും മാലിക്കിനായിരിക്കും. ഇനി മറ്റൊരു തർക്കം, ഔഫി അന്നഹു വക്കീലുൻ മുഖിറാദുൻ, ഈ ഇടപാട് നടത്തിയവന് വക്കീലായിട്ടാണോ മുഖാരിദായിട്ടാണോ ഇടപാട് നടത്തിയ തർക്കമുണ്ടായാൽ, മുഖാരിദ എന്നായിരിക്കും മിക്കവാറും ആമിൽ പറയാം, അപ്പോഴല്ലേ അവൻ ലാഭം കിട്ടുള്ളൂ, വക്കീലാകുമ്പോൾ ഒന്നും കിട്ടൂലല്ലോ. അവിടെ സുദ്ദിഖൽ മാലിക് ബിയമീനി, ഈ മാലിക്കിനെയാണ് വാസ്തവമാക്കപ്പെടുക, ബിയമീനി സത്യം ചെയ്യിപ്പിക്കലോടുകൂടെ. അവിടെ മല ഉജറത്ത് ആരിയില്ല ആമിൽ, അവിടെ ആമിലിനെന്തല്ല ഉജറത്തും ലഭിക്കുന്നതല്ല, കാരണം വക്കാലത്തല്ലേ. ഇനി ശിർക്കത്തിനെ കുറിച്ചുള്ള പാടാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, നമുക്ക് നാഫിയാലും നൽകട്ടെ. അല്ലാഹു നമ്മളൊക്കെ ഈമാനോടുകൂടി മരിപ്പിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ